ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സബ്രീന. ഇന്നത്തെ റെസിപ്പി എയർ ഫ്രൈയിൽ സമോസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ഡെസേർട്ടും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിൾ നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിതിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സാണ് വേണ്ടത്. ഫ്രൂട്ട്സ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ഈസിയാവും. ഇനി നമ്മളിതാ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള മുന്തിരി എടുക്കണം. അപ്പോൾ ഈ ഒരു മുന്തിരിനെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതാ നമ്മൾ പഴമാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് മാങ്ങ, പൈനാപ്പിൾ അതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒന്നും എടുക്കണ്ട കേട്ടോ. കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് വന്നാൽ നമ്മൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കരിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ടെൻഡറായിട്ടുള്ള ഇത് കരിക്ക് കിട്ടിയിട്ടുണ്ടത്. അപ്പോൾ അത് നമ്മൾക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്കിപ്പോൾ ഷോപ്പിൽ നല്ല ഇതുപോലെയുള്ള ഒരു ടെൻഡറായിട്ടുള്ള കോക്കനട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങാൻ നോക്കിക്കോ. നല്ല ടേസ്റ്റ് ഉണ്ട് അതിനോട് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയപ്പോൾ. പിന്നെ അതാ കുറച്ച് നട്ട്സാണ് എടുത്തിട്ടുള്ളത്. പിസ്ത, ബദാം ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീമാണ് കേട്ടോ. ലൂസായതുണ്ടെങ്കിലും കുഴപ്പമില്ല. കുറച്ചും കൂടി ലൂസായിട്ട് ഉണ്ടാവും നമ്മൾ ഈ ഒരു ഡെസേർട്ട്. അത് പ്രശ്നമില്ല. നമ്മളിത് ലൂസാക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതിന്ന് ഫുള്ള് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല തിക്കാക്കിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. നിങ്ങളിപ്പോൾ ലൂസായിട്ടുള്ള ക്രീമാണ് യൂസ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാൽ ഉപയോഗിക്കേണ്ട. നല്ല തിക്കായിട്ടുള്ള ക്രീം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പാൽ ഉപയോഗിക്കാം കേട്ടോ. 1 കപ്പോളം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മധുരത്തിനായിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. കൂടുതൽ മധുരം വേണ്ട. ഇതിൽ തന്നെ ഒരു ലൈറ്റായിട്ടുള്ളൊരു മധുരമുണ്ട്, സ്വീറ്റ് ഉണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് ഇട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുന്തിരി എടുത്തിട്ടുണ്ട്, ആപ്പിൾ, പഴം ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ റൈസൻസും പിന്നെ പിസ്തയും കാഷ്നട്ടും ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നമ്മൾ നോമ്പ് കാലത്ത് ഇതുപോലുള്ള ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വയറ്റിലേക്കും കുറച്ചൊരു തണുപ്പാണ്. അപ്പോൾ ടെൻഡറായിട്ടുള്ള ഈ ഒരു സാധനത്തും കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഗ്ലാസ്സിലോ ബൗളിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനിതിലോട്ട് കുറച്ചൊന്ന് കസ്കസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടുമ്പോൾ നമ്മുടെ വയറ്റിലേക്ക് നല്ല തണുപ്പാണ്. അപ്പോൾ സമ്മറിൽ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കസ്കസ് അല്ലെങ്കിൽ ചിയാ സീഡ് അങ്ങനെ എന്തെങ്കിലും ഇട്ടാലും മതിയാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ കുറച്ച് സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്തതല്ല, എയർ ഫ്രൈയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങും കാര്യമൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. മുമ്പേ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ ലെവലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സമൂസയൊക്കെ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്യണം. ഇത് നമ്മൾ ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യുമ്പോൾ നല്ല കുറച്ചെങ്കിലും ആ ഒരു എന്താ പറയുക ഷൈനിങ്ങും ക്രിസ്പിയും ഒക്കെ ഉണ്ടാവും. ക്രിസ്പിയൊക്കെ മുമ്പ് അല്ലെങ്കിലും ഉണ്ടാവും. പക്ഷേ ആ ഒരു ഓയിലിൻ്റെ ഒരു കുറച്ചൊരു ടച്ച് കിട്ടുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിനി വേവിച്ചെടുക്കുകയാണ്. 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ മതിയാവും. നമ്മളിപ്പോൾ 180 ഡിഗ്രിയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കളറൊന്നും മാറിയില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുന്നതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. നമുക്കിത് ഓപ്പണാക്കി നോക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ആയ ശേഷം ഞാനിതിലേക്ക് ഒന്ന് എടുത്ത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ 2 ഭാഗത്തും ആ ഒരു ഇതുപോലെ വേവിച്ചെടുക്കണം. ഹെൽത്തി ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓയിലൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിത് മുമ്പേ റെഡിയാക്കി വെച്ചെങ്കിൽ ആ ഒരു നോമ്പ് സമയത്ത് ഒന്നും കൂടെ ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിലിട്ട് ഒന്ന് തിരിച്ചാൽ തന്നെ മതി. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റായിട്ട് വരുന്നുണ്ട് ആ ഒരു ടൈമിൽ.
അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് അലീസയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അലീസയുണ്ട്, പിന്നെ നമ്മൾ ഡ്രിങ്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഡ്രിങ്കായിട്ടും ഡെസേർട്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.